നല്ല പടം ത്രില്ലിംഗ് ആണ്. ഒരു നമുക്ക് ബോറടിയില്ല. നന്നായി സസ്പെൻസാണ്. ആക്ടിങ് എല്ലാവരും നന്നായിരുന്നു. എനിക്ക് അതിനെ പറ്റി അറിയണ്ടായിരുന്നില്ല. പക്ഷേ ലാസ്റ്റ് സിനിമ നന്നായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല മൂവി. ഇഷ്ടമായി. ത്രില്ലിംഗ് ആണ്. എ ടു സെഡ് നമ്മളെ ആ സീറ്റിൽ പിടിച്ചിരുത്തുന്ന ഒരു മൂവി. താങ്ക് യു. രസമാണ്. നമുക്കൊരു കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവിയാണ്. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഹൊറർ മൂവിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു വീട്ടിനുള്ളിൽ നടക്കുന്ന ഒരു ഗൂഢമായ ഒരു നന്നായിട്ടുണ്ട്. ഈ സാധാരണ പടം ഇറങ്ങുമ്പോൾ ആൾക്കാർ പറയുന്നൊരു ഇതുണ്ട്, പടം ചെറിയൊരു ലാഗൊക്കെ ഉണ്ടെന്ന്. ആ ലാഗ് സ്റ്റാർട്ടിങ്ങിനൊക്കെ കുറച്ചുള്ളൂ. പക്ഷെ നല്ലൊരു എഫേർട്ടാണ്, നല്ലൊരു ടീം വർക്കാണ്. പേടിപ്പെടുന്നല്ല, ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡാണ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഹാഫൊക്കെ നമുക്ക് ഓക്കെ, പടം കണ്ട് ഇറങ്ങി കഴിയുമ്പോൾ ഒരു ഓക്കെ നല്ലൊരു വർക്കാണെന്ന് എല്ലാവരും പറയും. ഓക്കെ, താങ്ക് യു. കുഴപ്പമില്ല. ഒരു കൊച്ചു സിനിമയാണ്, ചെറിയ ബഡ്ജറ്റിൽ ഭയങ്കര ഒരു എക്സ്ട്രാവഗൻ്റ് ആയിട്ടുള്ള സിനിമയൊന്നുമല്ല. ശിവ നന്നായി ചെയ്തിട്ടുണ്ട്, അപർണ നന്നായി ചെയ്തിട്ടുണ്ട്, ചന്തു, അനുമോഹൻ, അഭയ് നന്നായിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ട്, അജയ് കച്ചപ്പള്ളിയാണ് DOP, അനിൽ കുര്യൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെയല്ല, ആ വീടിനകത്ത് ഒരുപാട് ദുരൂഹതകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്, അല്ലാണ്ട് അതൊരു പ്രേതപ്പടമല്ല. ആ വീടിനകത്ത് ഒരുപാട് ദുരൂഹതകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതോടനുബന്ധപ്പെട്ടാണ് അതിൻ്റെ ചുരുള ഓരോന്നോരോന്നായിട്ട് അഴിയുന്നത്. അപ്പോൾ അതാണ് സീക്രട്ട് ഹോം. സീക്രട്സ് എന്തോ കുറേ സീക്രട്സ് ഉണ്ട്. എങ്ങനെ? ത്രില്ലിംഗ് ആണ്.